നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സീജർ റോയി എന്ന് പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആ MD-യുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് പരിശോധിക്കുക, എന്തൊക്കെയാണ് പുള്ളിക്ക് നേരിടേണ്ടി വന്ന സമ്മർദ്ദങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്. ഒരു സീറോ ഡെപ്റ്റ് ഉള്ള ഒരാൾ, നമ്മുടെ സീറോ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടമില്ല എന്ന് അർത്ഥമുള്ളൂ. ആരും പറഞ്ഞ് ചിന്തിക്കുകയൊന്നും വേണ്ട. സീറോ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടമില്ല. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ റോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സിനിമയിലെ പല പ്രമുഖ താരങ്ങളും, ഉദാഹരണം മോഹൻലാൽ, അതുപോലത്തെ നിരവധിയായ താരങ്ങളുമായി ഒത്തിരി ബന്ധമുള്ള ആളാണ് കോൺഫിഡൻറ്റ് റോയി. അദ്ദേഹത്തിൻ്റെ പേര് പോലെ ഒരു ജീവിതം വലിയൊരു കോൺഫിഡൻറ്റോടെ അയാൾ ആഘോഷകരമാക്കിയ വ്യക്തിത്വമാണ്. അപ്പം സീറോ ഡെപ്ത് എന്നുള്ള ഇരിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം അവർ സ്വീകരിച്ചു. അതായത് സിനിമാ മേഖലയിൽ നിന്നും വൻകിട മുതലാളിമാരിൽ നിന്നും മോഹൻലാലിനെ പോലുള്ള നടന്മാരിൽ നിന്നും വൻകിട ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് വൻ തുകകൾ ഇവരുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. കാരണം നമ്മൾ തുടക്കുന്ന തുകയുടെ 15-20% ലാഭമാണ് നമുക്ക് കിട്ടുന്നത്. 1 കോടി രൂപ നമ്മൾ മുടക്കിയാൽ അതിൻ്റെ 25% മുകളിൽ വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ഇന്ന് ഉള്ളത് റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. റിയൽ എസ്റ്റേറ്റിലെ വമ്പന്മാരാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. ദുബായിലായാലും മറ്റ് വിദേശ രാജ്യങ്ങളിലായാലും ഈവൻ ബാംഗ്ലൂരിലായാലും പണ്ട് മുതലേ 30-40 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വമ്പൻ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് ഗ്രൂപ്പാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. ഇവരുടെ നിരവധിയായിട്ടുള്ള മുതലാളിമാർ, സിനിമ പ്രൊഡ്യൂസർമാർ, ആക്ടർമാർ എന്നിവർ ഇതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇത് പിൻവലിച്ചു. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് ദുബായിലും മറ്റുമായി നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഒരു ഭൂമി ഇടപാട് വരെ ബാംഗ്ലൂരിൽ നടത്തുകയുണ്ടായി. അതുമാത്രമല്ല, മോഹൻലാലിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ പണമുള്ള ആളുകൾക്ക് കൂടുതൽ പണം കൊണ്ട് ഈ ബാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റാത്തൊരു പരിമിതിയുണ്ട്. ആദായ നികുതി, ED മുതലുള്ള പല സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തുക റിട്ടേൺ കിട്ടുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള കുറേ ആളുകളുടെ എമൗണ്ടാണ് ഈ സീജർ റോയിയുടെ കയ്യിലുള്ളത്. അതാണ് സീറോ ഡെപ്ത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കടം എടുക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ കാരണം ഡെപ്റ്റില്ലാതെ, ലോണില്ലാതെ ആ സംരംഭം മുന്നോട്ട് പോയത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പണം തിരിച്ചു ചോദിച്ചെന്നാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരട്ടെ. അപ്പോൾ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.